ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചാണ്. ഇത് എൻ്റെ എംബ്രോയിഡറി ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിന് ശേഷം പാർട്ട് 2, 3 ഒക്കെ ആയിട്ട് മറ്റ് സ്റ്റിച്ചുകളൊക്കെ കാണിക്കുന്നതാണ്. എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യാൻ ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു ഫ്രെയിം വേണം. ഇത് മിക്ക ഷോപ്പുകളിലും കിട്ടും. ഇതിന് ഞാൻ 40 രൂപക്കാണ് വാങ്ങിച്ചത്. ഈ ചെറിയ ഫ്രെയിം ക്ലോത്തിൻ്റെ താഴെ വെച്ച് കൊടുക്കണം. നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മുകൾ വശത്താണ് വരേണ്ടത്. എന്നിട്ട് ഈ വലിയ ഫ്രെയിം ഈ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അതേപോലെ നന്നായിട്ട് എല്ലാ വശത്തേക്കും ക്ലോത്ത് വലിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കണം. എന്നാലേ എംബ്രോയിഡറി ചെയ്യുമ്പോൾ നന്നാവുള്ളൂ. പിന്നെ ഇതുപോലത്തെ എംബ്രോയിഡറി ത്രെഡ് വേണം. ഇത് 4 രൂപേൻ്റെ ത്രെഡാണ് കേട്ടോ. എംബ്രോയിഡറി പഠിക്കാനൊക്കെ ഈ ത്രെഡ് തന്നെ മതി. പിന്നെ ഇതിലും ക്വാളിറ്റിയുള്ള ത്രെഡ് ഉണ്ട് 10 രൂപേൻ്റെ ഒക്കെ. അത് പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ നീഡിൽ എടുക്കുമ്പോൾ എപ്പോഴും വലിയ ഹോൾസ് ഉള്ള നീഡിലാണ് എടുക്കേണ്ടത്. സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ത്രെഡ് നീഡിൽ ഒന്ന് കോർത്തെടുക്കുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം. വളരെ ഈസി ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചാണ് ഇന്ന് കാണിക്കുന്നത്. എംബ്രോയിഡറി വർക്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണിത്. ആദ്യം നീഡിൽ താഴേന്ന് കുത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രെയിം അഴിച്ചിട്ട് അടിഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോവും. ഇനി ഈ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. പില്ലോ കവറിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ല എളുപ്പത്തിലുള്ള പൂക്കളൊക്കെ വരച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.